ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാരി മൈ ഹസ്ബൻഡ് എന്ന 2024 ഏറ്റവും റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ഡ്രാമ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഈ ഡ്രാമ ഞാൻ കാണാൻ തുടങ്ങുന്ന യൂട്യൂബ് ഷോർട്സിൽ താഴെ വീഴുന്ന മുൻകൂട്ടി കാണുന്ന നായിക ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുന്നത് കണ്ടിട്ടാണ്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചിരുന്ന സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഹീറോയിൻ ആണോ ഇതിലെ കാസ്റ്റ് എന്ന് വിചാരിച്ച് കാണാൻ തുടങ്ങി. ബട്ട് ഇത് അങ്ങനെ ഒന്നുമല്ല. ആ സസ്പെൻസ് ഞാൻ കളയുന്നില്ല. എന്റെ വൺ ലൈൻ പറഞ്ഞ് നമുക്ക് കഥയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്ന കൊറിയയിലെ സ്പ്രിംഗ് സീസൺ സമയമാണ്. അപ്പൊ അവിടുത്തെ പൂക്കളും ഒക്കെ ഒരു പിങ്ക് കളർ പൂക്കളും മരങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. നമ്മുടെ നായികയുടെ പേരാണ് ജിയൂൺ. അപ്പൊ ജിയൂൺ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. ഫ്രണ്ടിന്റെ പേര് സുമിൻ. ആ സുമിൻ വന്നിട്ട് ആ ജനാല അങ്ങ് അടച്ചു കുറ്റിയിട്ടിട്ട് പറയുവാണ്, നിനക്ക് കാറ്റൊന്നും കൊണ്ടുകൂടാ. ഇവിടെ ജിയൂണിന് 4th സ്റ്റേജ് ക്യാൻസർ ആണ്. ക്യാൻസർ പേഷ്യന്റ് ആണ് ജിയൂൺ. അപ്പം അവൾക്ക് ഉള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് സുമിൻ അവളെ കാണാൻ വന്ന് അവളുടെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നതാണ്. എന്നിട്ട് ജിയൂൺ പറയുന്നുണ്ട്, സുമിൻ നീ മാത്രമേ ഈ ലോകത്ത് എനിക്കുള്ളൂ സ്നേഹിക്കാനായിട്ടെന്ന്. അപ്പൊ സുമിൻ പറയുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡ് മിൻ ഉണ്ടല്ലോ. അപ്പൊ പറയുന്നില്ല, ഹസ്ബൻഡ് എന്നെ ചതിക്കുവാണെന്ന് തോന്നുന്നു, എന്നോട് അയാൾക്ക് സ്നേഹമൊന്നുമില്ല. ആ ടൈമില് അവള് സുമിന്റെ കാലിൽ കിടന്നുള്ള ഭംഗിയുള്ള റെഡ് സാൻഡൽസ് ശ്രദ്ധിക്കുവാണ്. അവരുടെ അവൾ അവളുടെ മാരേജ് ഡേ ഒക്കെയാണ് ആലോചിക്കുന്നത്. അതൊക്കെ ഓർത്തോണ്ട് കിടക്കുവാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ അവളുടെ മദർ ഇൻ ലോ അവളെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം അവൾ വീട്ടിൽ വന്നപ്പോ വീടെല്ലാം അലങ്കോലമായി കിടക്കുന്ന കണ്ട് നോക്കുമ്പോ അവളുടെ ഹസ്ബൻഡ് മീൻ ജോലി ഉപേക്ഷിച്ച് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ട്രേഡിംഗ് ചെയ്യുന്നതൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊന്നും അവളോട് പറയാനുള്ള ഒരു യുക്തി പോലും അവര് കാണിച്ചില്ല. ദെൻ ആ സമയത്ത് അവൾ കണ്ടുപിടിക്കുന്നുണ്ട് അവൾക്ക് 4th സ്റ്റേജ് ക്യാൻസർ ആണെന്നുള്ളത്. ഇത് അവള് വീട്ടിൽ വന്ന് പറയുന്ന സമയത്തിന് മിന്നിന്റെ അമ്മ പറയുവാണ്, എന്റെ മോൻ എന്തൊരു അൺലക്കിയാണ്, ജിയുനെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോ മിന്നിന് ഒരു വിഷമവും ഇല്ലാതെ അവൻ പറയുന്നുണ്ട്, ഇനി എനിക്ക് ആര് ഫുഡ് വെച്ച് തരും, ഇനി എവിടുന്ന് സാലറി കിട്ടും. കാരണം മിന്നിന് ജോലി ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി ജിയൂണിന്റെ സാലറി വെച്ചിട്ടാണ് മിന്നും അവന്റെ അമ്മയും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് ഒരു വിഷമവും ആർക്കും ഇല്ലല്ലോ, തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് അവൾ ഇരിക്കുവാ ചെയ്യുന്നത്. ഈ സമയം കാണിക്കുന്നത് സുമിൻ അവള് വളരെ സന്തോഷത്തില് നല്ല ചെത്ത് കാറിൽ ഒരിടത്തേക്ക് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അവൾ ഇപ്പൊ യു&കെ എന്ന കമ്പനിയുടെ മാനേജർ, അതായത് നമ്മുടെ ജിയൂൺ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മാനേജറാണ് ഇപ്പൊ അവൾ. അവൾ എവിടേക്കാ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ജിയൂണിന്റെ ഭർത്താവായ മിന്നിന്റെ അടുത്തേക്കാണ്. ഇവര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് സുമിൻ ഈ നല്ല കുട്ടിയൊക്കെ ചമഞ്ഞ് അഭിനയിക്കുമായിരുന്നു. പാവം നമ്മുടെ ജിയൂണിന്റെ ഭർത്താവുമായിട്ട് ഒരു വഴിവിട്ട റിലേഷൻഷിപ്പ് ആയിരുന്നു ഇവക്കുണ്ടായിരുന്നത്. അതായത് അവൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ചതിക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വന്ന് പറയുവാണ്, നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റേജ് ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് അടയ്ക്കണമെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് ജിയൂൺ ഷോക്ക്ഡ് ആവുന്നുണ്ട്. ജിയൂൺ നല്ല വിഷമിക്കുന്നുണ്ട്. തിരിച്ചു വന്ന് മിന്നിനെ കോൾ ചെയ്യുവാണ്. കാരണം മിന്നാണ് അവളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷും ഇൻഷുറൻസും ഒക്കെ എടുത്ത് പേയ്മെന്റ് അടയ്ക്കുന്നത്. സോ അവൾ കോൾ ചെയ്തിട്ട് മിൻ കോൾ എടുക്കുന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ പോയി അവനെ അന്വേഷിക്കാൻ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പം പുറത്ത് ഒരു ക്യാബ് വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ ക്യാബ് ഡ്രൈവർ ചോദിക്കുവാണ്, മോളെ നീ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ അവള് പറയാണ്, എനിക്ക് 4th സ്റ്റേജ് ക്യാൻസർ ആണ്, എനിക്ക് വേണ്ടി വിഷമിക്കാനോ സന്തോഷിക്കാനോ ഒന്നും ആരുമില്ല, എന്റെ ജീവിതം ഒരു പോയിന്റ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് വിഷമിക്കുകയാണ്. അപ്പം ആള് പറയാ, അങ്ങനെയൊന്നും നീ വിചാരിക്കുക, ഇപ്പൊ കൊറിയയില് വസന്തകാലമാണ്, സ്പ്രിംഗ് സീസൺ ആണ്, നമുക്കെല്ലാം പ്രത്യാശ ഉണ്ടായിരിക്കണം, കൈവെടിയല് എന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് ഒരു വാതിലടഞ്ഞ വേറൊരു വാതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോവാണ്. അതായത് ഒരു തുരങ്കം വഴി കേറി ഇറങ്ങി പോവാണ്. അപ്പൊ അവിടെ നിറയെ പിങ്ക് പൂക്കളുള്ള മരങ്ങളുള്ള ഒരു സ്ഥലം ൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീ പേടിക്കേണ്ട, നിന്റെ ഡെസ്റ്റിനേഷനിൽ തന്നെ ഞാൻ കൊണ്ട് ഇറക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ട് ഇറക്കുന്നുമുണ്ട്. എന്നിട്ട് അയാൾക്ക് കൊടുത്ത പൈസ അയാൾ പറയുന്നു, ഇത് എനിക്കല്ല, ഇപ്പൊ നിനക്കാണ് ആവശ്യം, നീ ഒരിക്കലും നിന്റെ പ്രത്യേക കൈവെടിയല്ല്, നിന്നെ സ്നേഹിക്കാനും നിനക്ക് വേണ്ടി ജീവിക്കാനും ഒരാള് നിന്റെ ജീവിതത്തിലേക്ക് എന്തായാലും വരുമെന്ന് തന്നെ വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ അവള് വീടിനകത്ത് കുറെ സ്റ്റെപ്പ് കയറി സ്റ്റെയർസ് കയറിയാണ്
അവരുടെ റൂമിലേക്ക് പോകേണ്ടത്. അങ്ങനെ അവള് വിളിച്ച് വിളിച്ച് റൂമിലെത്തി വീടിന്റെ വാതില് നോക്കുമ്പോഴത്തേക്കിന് ദാണ്ടെടാ സുമിന്റെ കാലിൽ കിടന്നിരുന്ന റെഡ് സാൻഡൽസ് കിടക്കുന്നു അവിടെ. അവള് ഒരു നെഞ്ചിടിപ്പോടെയാണ് വീടിനകത്തേക്ക് കേറുന്നത്. കേറി അകത്ത് നോക്കുമ്പം അവളുടെ ബെഡ്റൂമില് അവളുടെ ഭർത്താവിന്റെ കൂടെ സുമിൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അവൾക്കാകെ മൊത്തം എന്താണ് തല കറങ്ങി. നോക്കുമ്പോ സുമിൻ ഒരു അവിടെ ഉണ്ടായിരുന്ന ക്യാൻഡി ഒക്കെ എടുത്ത് കഴിക്കുന്നു. വളരെ സന്തോഷത്തോടെ അവിടെ കിടക്കുവാണ്. മിൻ പറയുവാണ്, "ഞാൻ ജിയുന്റെ പേരില് 1,000,000 ഒരു പോളിസി എടുത്തിട്ടുണ്ട് ഇൻഷുറൻസ്. അവള് മരിച്ചു കഴിഞ്ഞെങ്കിലേ എനിക്കത് കിട്ടത്തുള്ളൂന്ന്" പറയുന്നു. അപ്പം സുമിൻ പറയാണ്, "ഓക്കെ അത് കിട്ടിക്കഴിയുവാണെങ്കിൽ നീ എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് മേടിച്ച് തരണേന്നൊക്കെ." "ആ പിന്നെ നിനക്കല്ലാതെ ഞാൻ വേറെ ആർക്കും മേടിച്ചു കൊടുക്കാൻ" അവര് കിസ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും നിന്നിട്ട് ജിയൂന് ഭയങ്കര വിഷമായി. അവള് അവിടെ കിടന്ന് ആക്രോശിച്ചു. ആ റൂമിന്റെ കതക് തുറന്ന് വന്ന് അവള് ചതിയന്മാരെന്ന് പറഞ്ഞിട്ട് അവളെ റൂമിന്റെ അകത്തേക്ക് കേറുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് മിൻ കട്ടിലീന്ന് ഉരുണ്ട് താഴെ വീണ് രണ്ടുപേരും ഭയങ്കര ഷോക്ക്ഡായി. പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട്. അങ്ങനെ ജിയൂണും സുമിനും തമ്മിൽ അവിടെ വഴക്കായി. ജിയൂൺ സുമിന്റെ തലയ്ക്കൊക്കെ അടിക്കുന്ന കണ്ടിട്ട് മിന്നിന് സഹിക്ക വയ്യാതെ അവൻ വന്നിട്ട് ആരെ നമ്മുടെ ജിയൂണിനെ എടുത്ത് ഒരു തെള്ള് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അവള് പോയി വീഴുന്ന അവിടെ ഒരു ചില്ല് ഗ്ലാസുള്ള ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതില് പോയി തലയടിച്ച് വീണ് അവൾ ആ സ്പോട്ടിൽ മരിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പം മിന്നും സുമിനും കൂടെ പറയുവാണ്, "ഇനി ഇവളിങ്ങനെ മരിച്ചത് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് കിട്ടാതെ പോവോ" എന്ന് മാത്രം പറഞ്ഞ് അവളത് കേട്ടോണ്ട് മരിച്ചു പോവാണ് ചെയ്യുന്നത്.